നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, അത് വാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി, ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർ ചെയ്യേണ്ട 7 കാര്യങ്ങളുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരു കാര്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. പല ആളുകൾക്കും ഇതറിയില്ല. ഈ അറിയില്ലാത്ത കാര്യം ചോദിച്ച് പഠിക്കാനും നാണമാണ്. ഞാൻ എങ്ങനെയാണത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചാൽ ഒരു കുറവല്ലേ എന്നൊക്കെ പല ആളുകളും വിചാരിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ്, ഉസ്താദെ, എൻ്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പയ്ക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഉമ്മക്ക് വേണ്ടി എനിക്ക് ഉംറ ചെയ്യാൻ പറ്റുമോ? മരണപ്പെട്ട വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മറ്റു ബന്ധുമിത്രാദികൾ ഇവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വിശദമായ മറുപടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കൃത്യമായി വ്യക്തമായി പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ദുനിയാവിൽ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, എല്ലാ ഇബാദത്തും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സ്വർഗം പ്രദാനിക്കട്ടെ. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്, നമുക്കും അല്ലാഹു തആല സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, പല ആളുകളും ചോദിച്ചു, ഉസ്താദെ, ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ വാപ്പ മരണപ്പെട്ടു, ആ വാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാണോ മരണപ്പെട്ടത്, ചിലപ്പോൾ ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, സഹോദരിയാവാം, സഹോദരങ്ങളാവാം, ആര് മരണപ്പെട്ടാലും മുഅ്മിനായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, പിന്നെ മരണപ്പെട്ടു പോയവരുടെ ഉമ്മയുടെ വാപ്പയുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ടോ, ചെയ്യാമോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉത്തരമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട, നിർബന്ധമല്ല, എന്നാൽ അവരോട് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയായി നമ്മൾ കണ്ട് ഈ 7 കാര്യങ്ങളാണ് ചെയ്യാൻ മറക്കരുത്. 7 കാര്യങ്ങൾ മുഴുവനും ചെയ്യാൻ പറ്റിയാൽ അത് ഖൈറാണ്. ഇല്ലെങ്കിൽ 7-ൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ആ മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മയാവട്ടെ, വാപ്പയാവട്ടെ, അവരോടുള്ള ഒരു ബാധ്യത നമുക്ക് നിർവഹിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നബി തങ്ങൾ പറയുന്നു, ഇദാ മാത്ത ഇൻസാനുൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഞാൻ അർഷദ് എന്ന പേരുള്ള ഞാൻ, ഈ പറയുന്ന, നിങ്ങളോട് പറയുന്ന ഞാൻ മരിച്ചാൽ, ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഞാൻ ഈ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ അമലുകളും, എൻ്റെ നിസ്കാരം, നോമ്പ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നതും, ഞാൻ നടക്കുന്നതും, ഇരിക്കുന്നതും, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം മുറിഞ്ഞു പോകുമെന്ന്, എല്ലാ അമലും മുറിഞ്ഞു പോകും. ഇല്ലാമിൻ സലാസ്, 3 കാര്യങ്ങളാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ, ഞാൻ എന്തെങ്കിലും ഒരു ജാരിയായ സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മരിച്ച ഖബറിൽ കിടന്നാലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ
അത് തുടർത്തിക്കൊണ്ടുപോകുന്ന സ്വതക്ക എന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ മദ്രസയുടെ നിർമ്മാണം, ഒരു അറബിക് കോളേജിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുക. പള്ളിക്ക് വേണ്ടി ഒരു 100 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചാക്ക് സിമൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് മിറ്റിൽ കൊടുത്തു. അങ്ങനെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളൊരു സ്വതക്ക ചെയ്താൽ ആ പള്ളി ഉള്ളിടത്തോളം കാലം എന്നാണ്. ആ പള്ളി ഉള്ളിടത്തോളം കാലം നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ജാരിയായ സ്വതക്ക. ഒരാൾക്ക് നമ്മളൊരു 100 രൂപ കൊടുത്തു, അയാൾ അത് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു, അതൊരു ജാരിയായ സ്വതക്കയല്ല. അതായത് അത് കൊടുക്കണ്ടെന്നല്ല, ആ സ്വതക്കും വലിയ പ്രതിഫലമുണ്ട്. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് അത് നിലനിൽക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നാട്ടിൽ വെള്ളമില്ല, ശുദ്ധജലമില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം പൈസ എടുത്ത് ആ ഒരു സ്ഥലത്ത് കിണർ കുഴിച്ച് അതിൻ്റെ വെള്ളം ആ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാക്കി കൊടുത്താൽ ആ കിണറുള്ളിടത്തോളം കാലം അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇതാണ് സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് ഔ ഇൽമുൻ യൻതഫിഉ ബിഹി എന്നാണ്. ഞാൻ എൻ്റെ അറിവിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലവും എനിക്ക് അല്ലാഹു തആല നാളെ ഖബറിൽ തരുമെന്നാണ്. ഇപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് പിടിക്കാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്, ഹജ്ജിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞില്ല, അത് ആദ്യം ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുക മാത്രമല്ല, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്താൽ ഞാൻ മരണപ്പെട്ടാലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു എനിക്ക് ഖബറിൽ തന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ഇൽമാണോ പഠിച്ചത് ആ ഇൽമ്, ആ അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. മൂന്നാമത്തേത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്, എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന എൻ്റെ സൽസന്താനങ്ങൾ. എൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളൊക്കെ ഓരോരുത്തരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മുടെ നല്ല തലമുറയുണ്ടെങ്കിൽ അതും നമുക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മൊത്തത്തിലൊരു ഹദീസാണ്. ഇതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ വാപ്പ മരണപ്പെട്ടു. നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാളുടെ ഒരു വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ വേണ്ടപ്പെട്ട ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത് 7 കാര്യങ്ങൾ. 7 അല്ല, അതിൽ ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 7 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ദുആ രക്കുക. അല്ലാഹുവേ, എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, റബ്ബേ എൻ്റെ ഉമ്മാക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. വാപ്പ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, ആ നന്മകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഭർത്താവ് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ആ അബദ്ധങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇങ്ങനെ മരണപ്പെട്ടു പോയ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ ഉമ്മക്കോ വാപ്പക്കോ വേണ്ടി അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് മക്കൾ ദുആ എന്നാൽ അല്ലാഹ്. ഒരാൾ മരണപ്പെട്ടാൽ ആരാ ഇമാം വെക്കേണ്ടത്? പള്ളിയിൽ ഉസ്താദല്ല ഇമാം വെക്കേണ്ടത്. മരണപ്പെട്ട വ്യക്തിയുടെ മക്കളുണ്ടെങ്കിൽ, ആൺകുട്ടിയുണ്ടെങ്കിൽ, ആൺമകനുണ്ടെങ്കിൽ അവനാണ് ഇമാം നിൽക്കാൻ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും അഹക്കായ, ഏറ്റവും യോഗ്യനായ ആൾ മരണപ്പെട്ട വ്യക്തിയുടെ ആവും, അത് പെണ്ണാവട്ടെ ആണാവട്ടെ, അവരുടെ മകനാണ്. ഇപ്പോൾ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണിൻ്റെ മകനാണ് നിൽക്കേണ്ടത്. ഇനി മകനില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഭർത്താവിന് നിൽക്കാം. അതായത് മക്കൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഖൈറാണ്. മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളാണ് നിൽക്കേണ്ടത്. ഇനി ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ഭർത്താവ് ഏറ്റവും അഹക്കായ ആളാണ്, ഭർത്താവ് നിൽക്കുക. അതുപോലെ തന്നെ മക്കൾ നിൽക്കുക. പിന്നെ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് നിൽക്കാൻ അവിടെ സാധിക്കില്ല, അവിടെ നിൽക്കേണ്ടത് ആ ഭർത്താവിൻ്റെ, ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മക്കളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ പറയുക, ഇസ്തിഗ്ഫാറിനെ തേടുക. അല്ലാഹുവേ, എൻ്റെ വാപ്പ ഉമ്മ. നമ്മളിപ്പോൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അല്ലേ, മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമതായി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പറയുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു. അല്ലേ, മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ആ ദുആ അതെന്താണ്? മയ്യത്തിന് വേണ്ടി നമ്മൾ
ഇസ്തിഗ്ഫാറിനെ തേടൽ, മയ്യത്തിന് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടലാണ്. അപ്പോൾ ഒന്നാമതായി ചെയ്യാനുള്ളത് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയാം. അതെപ്പോഴും നിസ്കാരത്തിന് ശേഷവും, അല്ലെങ്കിൽ വാപ്പയെ പറ്റിയുള്ള ഓർമ്മ, ഉമ്മയെ പറ്റിയുള്ള ഓർമ്മ, ഭാര്യയെ പറ്റിയുള്ള ഓർമ്മ, ഭർത്താവിനെ പറ്റി ഓർക്കുന്ന സമയത്ത് അല്ലാ എൻ്റെ ഭർത്താവ് എൻ്റെ ഇക്കാക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ, അല്ലാ സ്വർഗം കൊടുക്കണേ, അല്ലാ എൻ്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ എന്നൊക്കെ ആ സമയത്ത് തന്നെ നമുക്ക് ദുആ ഇറക്കാം. രണ്ടാമത്തെ കാര്യം, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുക. വലിയ പ്രതിഫലമാണ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ സ്വതക്ക കൊടുക്കുക, പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ വലിയ ഖൈറാൻ. ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാ ഇന്ന ഉമ്മി മാത്തത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയേ, എൻ്റെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇനി എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഉമ്മയുടെ പേരിൽ നീ സ്വതക്ക കൊടുക്കണേ, എന്നിട്ട് നീ ദുആ ഇറക്കണേ. ആ ഉമ്മക്ക് വേണ്ടി ഉമ്മയുടെ പേരിൽ സ്വതക്ക കൊടുക്കുക. ഒരു പള്ളിയിലേക്ക് കുറച്ച് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ എത്തിയും കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ദീനിൻ്റെ സദസ്സിൽ ഒരു വാദിൻ്റെ മജ്‌ലിസ്, ഒരു പ്രസംഗത്തിൻ്റെ മജ്‌ലിസിലേക്ക് പൈസ കൊടുക്കുക, ഒരു പള്ളിയുടെ പണിയിലേക്ക്, മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചാക്ക് അരി എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക. ഇതൊക്കെ എന്താണ്? മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഖൈറായ കാര്യമാണ്. അവരുടെ പേരിൽ സ്വതക്ക കൊടുത്തിട്ട് ദുആ ഇറക്കുക. അവർക്ക് വേണ്ടി ഒരു 100 രൂപ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് പഠിച്ചോനെ ഇതിന്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ മനസ്സിൽ കരുതുക. അത് വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. ഒന്നാമത്തേത് അവർക്ക് വേണ്ടി ദുആ ഇറക്കുക. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി സ്വതക്ക കൊടുത്തിട്ട് നമ്മൾ ദുആ ഇറക്കുക. മൂന്നാമത്തേത് മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ ആരെല്ലാം ഉണ്ട് അവർക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ഇറക്കുക. മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ദുആ ഇറക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, ഇഖ്റഉ യാസീൻ ഇൻദ അല്ലെങ്കിൽ അല, രണ്ട് റിവായത്തും വന്നിട്ടുണ്ട്. അലാ മൗതാക്കും എന്നുണ്ട്, അല്ലെങ്കിൽ ഇൻദ മൗതാക്കും എന്നുണ്ട്. ഇവിടെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ പല ആളുകളും പറയുന്നുണ്ട്. അതായത് നബിതങ്ങളിൽ പറഞ്ഞ ഈ ഹദീസിന്റെ അർത്ഥം, നിങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി, മരണപ്പെട്ടവരുടെ മേൽ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ഇറക്കുക, അവർക്ക് വേണ്ടി ദുആ ഇറക്കുക. ശാഫിഈ മദ്ഹബിന്റെ വലിയ പണ്ഡിതന്മാർ പറയുന്നു, മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി നമുക്ക് ഖത്മുൽ ഖുർആൻ ഓതാം, യാസീൻ സൂറത്ത് ഓതാം, ഫാത്തിഹ ഓതാം, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തിന് അറിയാവുന്ന സൂറത്തുകൾ ഓതാം. ഓതിയിട്ട് അവർക്ക് അല്ലാഹുവേ ഞാൻ ഓതിയ ഈ ഖുർആനിന്റെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ഓതിയ നമുക്കും പ്രതിഫലമുണ്ട്, അത് ഓതപ്പെട്ട ആർക്കു വേണ്ടിയാണ് നമ്മൾ ഓതിയിട്ടുള്ളത് അവർക്കും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. നാലാമതായി ഇന്ന് ചെയ്യാനുള്ളത് അവരെ സിയാറത്ത് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി അവരോട് സലാം പറയുക, അവരുടെ ഖബറിങ്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ഇറക്കുക. എത്രയോ വലിയൊരു ഖൈറായ കാര്യമാണ് അല്ലേ? വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിനമൊക്കെ ആകുമ്പോൾ ആ സമയത്ത് മരണപ്പെട്ടുപോയ ആളുകൾ ഇങ്ങനെ കൊതിക്കുമെന്നാണ്, അല്ലാ എൻ്റെ മോനൊന്ന് വന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് വന്നെങ്കിൽ, എൻ്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദർഭമാണ് വെള്ളിയാഴ്ച രാവും പകലൊക്കെ. എന്ന് മാത്രമല്ല എല്ലാ ദിവസവും അവർക്ക് ആഗ്രഹിക്കും നമ്മൾ ആരെങ്കിലും ഒന്ന് ചെന്ന് അവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ. വേണ്ട ദുആ ആ ഒരു സമയത്ത് അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും മതി. അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്നോ അസ്സലാമു അലൈക്കും യാ അബി എന്നോ എന്നൊക്കെ പറഞ്ഞാലും വലിയ പ്രതിഫലമാണ്. നമ്മൾ ഖബറിങ്കൽ പോകുമ്പോൾ അവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും, ഖബറാളികളെ സന്ദർശിക്കുമ്പോഴുള്ള ദുആ നമുക്കൊക്കെ അറിയാം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അവരോട് സലാം പറയുക, അവരെ ഒന്ന് സിയാറത്ത് ചെയ്യുക. സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചെന്നിട്ട് ഫാത്തിഹ ഓതുക, അതുപോലെ തന്നെ ആ യാസീൻ ഓതാൻ പറ്റുമെങ്കിൽ യാസീൻ ഓതുക, അല്ലെങ്കിൽ ഇഖ്ലാസ് മുഅവ്വിദത്തിന് ഓതിയിട്ട് അല്ലാ ഞാൻ ഈ ഓതിയ ഖുർആനിൻ്റെ പ്രതിഫലം ഈ കിടക്കുന്ന എൻ്റെ ഉമ്മാക്ക്, എൻ്റെ വാപ്പാക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക്, എൻ്റെ മക്കൾക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ഇറക്കുക. അഞ്ചാമതായി മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത്. ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യൽ അനുവദനീയമാണ്, ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ ജമൽ എന്ന കിതാബിലും അതുപോലെ തന്നെ ഉംദത്തുൽ അബ്റാർ എന്ന കിതാബിലൊക്കെ വിശദമായി മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പക്ക് വേണ്ടി എനിക്ക് ഹജ്ജും ചെയ്യാം ഉംറയും ചെയ്യാം.
എങ്ങനെയാണ്? 2 രൂപമുണ്ട് അവിടെ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, 2 രൂപമാണ്. ഒന്നാമത്തേത്, വാപ്പ മരണപ്പെട്ടു. വാപ്പ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല. വാപ്പക്ക് ഒരു പക്ഷേ പൈസ ഉണ്ടായി കാണണമെന്നില്ല, അല്ലെങ്കിൽ പോകാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ, മകനാകുന്ന ഞാൻ, വാപ്പയുടെ സമ്പത്തുണ്ടെങ്കിൽ വാപ്പയുടെ സമ്പത്തിൽ നിന്നും പൈസ എടുത്തിട്ട് വാപ്പക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യൽ ഏറ്റവും അനിവാര്യമാണ്, ഏറ്റവും ഖൈറാണ്. കാരണം ജീവിതത്തിൽ വാപ്പക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ ഒരു നിബന്ധനയുള്ളത്, എൻ്റെ വാപ്പക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ഹജ്ജും, ഫർളായ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം എൻ്റെ വാപ്പക്കും ഉമ്മക്കും വേണ്ടി ഹജ്ജ് ചെയ്യാൻ. ഞാൻ ആദ്യം എനിക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാൻ, എൻ്റെ ഫർളായ ഹജ്ജും ഉംറ ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ട് വേണം വാപ്പക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാൻ. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തേത്, ഇനി വാപ്പയുടെ ജീവിതകാലത്തിൽ വാപ്പ ഹജ്ജും ഉംറയും ചെയ്ത ആളാണ്. വാപ്പ എന്നിട്ട് മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടതിന് ശേഷം ഞാൻ മനസ്സിൽ കരുതി, ഞാൻ ഏതായാലും ഹജ്ജ് ഉംറയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഇനി വാപ്പാക്ക് വേണ്ടി ചെയ്തേക്കാം. പക്ഷെ വാപ്പ ഓൾറെഡി വാപ്പയുടെ കാലത്ത് വാപ്പ എന്ത് ചെയ്തതാണ്? ഹജ്ജ് ഉംറയും ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത വാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറ ചെയ്യണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് വാപ്പ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടാവണം. കൃത്യമായി മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. ജീവിതകാലത്ത് ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത വാപ്പ അല്ലെങ്കിൽ ഉമ്മ, അപ്പോൾ അവർക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ ചെയ്യണമെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് പറയണം. മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്തേക്കണോട്ടോ, അല്ലെങ്കിൽ ഉംറ ചെയ്തേക്കണോട്ടോ എന്ന് വാപ്പയും ഉമ്മയും നമ്മളോട് വസിയ്യത്ത് പറഞ്ഞാൽ മാത്രമേ ജീവിതകാലത്ത് ഹജ്ജും ഉംറയും ചെയ്ത വാപ്പക്ക് വേണ്ടി അവരുടെ മരണത്തിന് ശേഷം നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റൂ. വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കണം. ഇനി എൻ്റെ വാപ്പ ഹജ്ജും ഉംറയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് മരണപ്പെട്ടു പോയത് എങ്കിൽ എന്ത് ചെയ്യുക? എനിക്ക് എൻ്റെ വാപ്പാക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഫർളായ ഹജ്ജും ഉംറയും ചെയ്ത ആളാവണം. മനസ്സിലായില്ലേ? 5ാമത്തെ കാര്യം അതാണ്. ഇനി 6ാമത്തേത്, മരണപ്പെട്ടുപോയ ആരാണോ അവരുടെ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് വേഗത്തിൽ വീട്ടണമെന്നാണ്. പ്രത്യേകിച്ച് മക്കൾ അത് ഏറ്റെടുത്ത് അത് വേഗത്തിൽ അത് വീട്ടി കൊടുക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയുടെ ജനാസ നബി തങ്ങൾ നിസ്കരിക്കുന്നില്ല. മറ്റാളുകൾക്കൊക്കെ പേടിയായി, ഇതെന്താണ് നബി തങ്ങൾ എപ്പോഴും ഒരാൾ മരണപ്പെട്ടാൽ വേഗത്തിൽ വന്ന് ജനാസ നമസ്കരിക്കുന്നതാണല്ലോ, നബി തങ്ങൾ എന്താണ് ഈ സ്വഹാബിയുടെ പേര് നിസ്കരിക്കാത്തത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹത്തിന് കടമുണ്ട്, ദൈനുണ്ട്, അത് വീട്ടാതെ ഇദ്ദേഹം ഖബറിലേക്ക് പോയാൽ ഭയാനകരമായ ശിക്ഷയായിരിക്കും. അപ്പോൾ തന്നെ കുറച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ വാപ്പയുടെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ആ കടമൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് മക്കൾ വന്ന് ജാമ്യം നിന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് വേണ്ടി നിസ്കരിച്ചതും അതുപോലെ തന്നെ ഖബറടക്കിയതും. അപ്പം അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. കടമുണ്ടെങ്കിൽ ആ കടം ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കുക. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അറിയണ്ടേ, മക്കൾക്കൊക്കെ അറിയണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് അറിയണ്ടേ നമുക്ക് കടമുണ്ടായിരുന്നു എന്ന്. അത് വീട്ടിയാലേ നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാവൂ. അപ്പോൾ കടങ്ങൾ വീട്ടിക്കൊടുക്കുക, അതെന്താണ് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 7ാമത്തേത്, ആ മരണപ്പെട്ടുപോയ വാപ്പ, ഉമ്മ, അവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ആരാണോ അവരുടെ കൂട്ടുകാരികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നാണ്. ഇപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു കാട്ടറബിയായ ഒരു നാടൻ, നമ്മുടെ ഭാഷയിൽ പറയുന്ന നാടൻ മനുഷ്യൻ, ഒരു കാട്ടറബിയായ മനുഷ്യൻ ഇങ്ങനെ, ആറാബിയായ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ഉടൻ തന്നെ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ധരിച്ചിരുന്ന തലപ്പാവ് ഊരിയിട്ട് ആ നടന്നു പോകുന്ന കാട്ടറബിയായ ആറാബിയായ മനുഷ്യന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കിതിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് മറ്റൊരു ആറാബിയായ മനുഷ്യനെ കണ്ടു. അയാൾക്ക് ഈ സഞ്ചരിച്ചിരുന്ന ഒട്ടകം ഹദിയായിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈ ഒട്ടകം ഞാൻ തരുകയാണെന്ന് പറഞ്ഞ് ഒട്ടകത്തെ കൊടുത്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, ഇതെന്താണ്? താങ്കളുടെ തലപ്പാവ് ആദ്യം ഒരാൾക്ക് കൊടുത്തു, പിന്നെ ഒട്ടകവും ഒരാൾക്ക് കൊടുത്തു, ഇതെന്താ സംഭവം? ആ സമയത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ 2 പേരും എൻ്റെ വാപ്പയുടെ ജീവിതകാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നു.
ഉമർ തങ്ങളാകുന്ന എൻ്റെ വാപ്പയുടെ വലിയ സുഹൃത്തുക്കളായിരുന്നു ആ രണ്ട് മനുഷ്യന്മാരും. അപ്പോൾ എൻ്റെ വാപ്പയുടെ മരണത്തിന് ശേഷം എൻ്റെ വാപ്പയുടെ കൂട്ടുകാരന്മാരെ ഞാൻ കണ്ടപ്പോൾ അവരെ ഞാൻ ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്. അപ്പോൾ 7 കാര്യമാണ്. ഈ 7 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അവരുമായി ബന്ധപ്പെട്ട സഹോദരന്മാർ ആരെല്ലാം ഉണ്ടോ അവരോടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മരണപ്പെട്ട വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ഏറ്റിയേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പക്കും ഉമ്മക്കൊക്കെ വലിയ പ്രതിഫലമാണ്. എത്രത്തോളം ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് പോലും നബി തങ്ങളുടെ ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സാറ ഖബ്റ വാലിദൈഹി, ഒരു മനുഷ്യൻ അവൻ്റെ വാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തു, ഔ അഹദിഹിമ, അല്ലെങ്കിൽ വാപ്പയുടെ മാത്രം അല്ലെങ്കിൽ ഉമ്മയുടെ മാത്രം ഖബർ സിയാറത്ത് ചെയ്തു. എപ്പോ? ഫിൽ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ തൻ്റെ വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ പോയി, ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് സിയാറത്ത് ചെയ്തു. അവിടെ ചെന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി, അല്ലെങ്കിൽ യാസീൻ ഓതി, അല്ലെങ്കിൽ മറ്റ് സൂറത്തുകൾ ഓതി, അവർക്ക് വേണ്ടി അല്ലാഹുവേ ഞാൻ ഓതിയ ഈ സൂറത്തിൻ്റെ, ഈ ഖുർആനിൻ്റെ പ്രതിഫലം ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ കഅന്നക ഹജ്ജ, നബി തങ്ങളുടെ ഹദീസിൽ പറയുന്നു, അതൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതൊരു പക്ഷേ പറഞ്ഞ നമുക്കായിരിക്കാം, ദുആ ചെയ്ത് നമുക്കായിരിക്കാം കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്ത, നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ആ ഖുർആൻ ഓതി ഹദിയ ചെയ്തത്, നമ്മുടെ ഉമ്മക്ക് വേണ്ടിയാണോ വാപ്പക്ക് വേണ്ടിയാണോ, അവർക്ക് ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നായിരിക്കാം. 2 രൂപത്തിലും പറഞ്ഞ ഉലമാക്കളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം, വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് ശേഷമോ മുമ്പോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചിലപ്പോൾ തിരക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം, ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കൃത്യമായി അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഭാര്യയുടെയോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെയോ ഖബറിൽ പോയി സിയാറത്ത് ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹു ആ സൗഭാഗ്യം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അല്ലാഹു തആല നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല തലമുറയാക്കി നമ്മുടെ മക്കളെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരാണ്, എത്രയോ കാര്യങ്ങളാണ്, എല്ലാം വായിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. കാരണം ഒരുപാട് ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല ശിഫാ കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ രോഗികളായി കഴിയുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്തവർ, എല്ലാവർക്കും അള്ളാഹു താല ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.